ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ആലു നീച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. ഇന്ന് ചിക്കൻ കറിയും വെള്ളപ്പവുമാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് ലഞ്ചിനും ഇത് തന്നെയാണ് കൊടുത്തു വിടുന്നത്. ഓളെന്താണെന്നറിയില്ല, ലഞ്ചിന് ഒരിക്കലും റൈസ് കൊണ്ടുപോകാറേ ഇല്ല. ഇതുപോലെ എന്തെങ്കിലും കടികളാണ് അവൾക്ക് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മോളെ വിട്ടതിന് ശേഷം ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ദാ അന്നമ്മ നീച്ചു. ഓളെ പിന്നെ കുറേ നേരം ഓളെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇറങ്ങുക കയറുക അതന്നെ പണി. ഇപ്പോൾ പിടിച്ചാൽ നിൽക്കുകയില്ല. വലിയ കുട്ടിയായി എന്നാണ് വിചാരം. പിന്നെ ഒറ്റയ്ക്ക് പിടിക്കാതെ ഇങ്ങനെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു വയസ്സാവാനൊക്കെ ആയില്ലേ, ഇനി പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടതെല്ലാം വായ കുത്തിത്തിരിക്കുന്ന പരിപാടിയാണിപ്പോൾ. അതിനുശേഷം ഞാൻ ഓളെ കുളിപ്പിച്ച് സുന്ദരിയാക്കി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കളിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹനുമാൻ്റെ ഓരോ വളർച്ച കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അവരുടെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുട്ടിയായി ഇങ്ങനെ വരുമല്ലേ, ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ പണികളൊക്കെ ഓൾ ഉറങ്ങി നീക്കുമ്പോൾ തന്നെ ഞാൻ വേഗം തീർക്കും. കാരണം പിന്നെ ഫുൾ ടൈം ഇവളെ കൂടെ ഒപ്പരം തന്നെ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും വായിലിടും, അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോയി വീഴും, മുട്ടുത്തി വീഴും. അങ്ങനെ ഓരോരോ പരിപാടികളാണ്. പിന്നെ കരച്ചിൽ തീർക്കാനേ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ടൈം ഇവളെ കൂടെ തന്നെ ഇരിക്കും. വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓൾ കുറേ നേരം ഉറങ്ങും. പിന്നെ ഇപ്പോൾ ഭയങ്കര കളി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് തിരിച്ച് ചെയ്യാനും നമ്മളോട് പ്രതികരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമല്ലേ, ആ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് നമ്മളോട് കളിക്കും. ഞാൻ പറയുന്നതൊക്കെ തിരിച്ച് പറയാൻ നോക്കും. അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മൾ വന്നിട്ടുണ്ട്. ആലുവിന് സ്കൂളിൽ നിന്ന് നെസ്റ്റോയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ഒരു ഫീൽഡ് ട്രിപ്പായിട്ട് വെറുതെ ഒരു 50 റുപ്പീസ് കയ്യിലും കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയായിരുന്നു. അവിടെ എത്തി ഫുള്ള് ഷോപ്പ് അവരെ വിസിറ്റ് ചെയ്ത് അതിന് ശേഷം അവിടെയുള്ള ഓരോ സംഭവങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ അവർ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ നെയിംസൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്ന 50 രൂപ വെച്ചിട്ട് അവർ അവിടുന്ന് പിക്ക് ചെയ്യണം. ഒരു സാധനം അവർ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിക്ക് ചെയ്തിട്ട് സ്വന്തം തന്നെ ബില്ല് ചെയ്ത് ക്യാഷ് കൊടുക്കുക. അങ്ങനെ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്ലമ്മും 1 ആപ്പിളും 2 ഓറഞ്ചുമാണ് അവർക്ക് വാങ്ങിയിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും UKGയിലുള്ള എല്ലാ കുട്ടികൾക്കും സെയിം സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റി എന്നുള്ള ഒരു രീതിയിൽ നല്ല രസമായിരുന്നു. അന്നുമോളാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഇവളെന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇവളെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അതിന് ശേഷം ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഇനിയാണ് ഞാൻ എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നത്, ഇത് ഞാൻ ആലുവിന് വാങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൽ ഇനി വർക്ക് ചെയ്യണം, ആരി വർക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഗോൾഡൻ കളറിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ബീഡ്സ് വർക്കും സ്റ്റോൺസൊക്കെ വെക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവളെ പഠിപ്പിക്കുന്ന സമയമായപ്പോഴത്തേന് ആലുവിന് ഭയങ്കര വയറുവേദന. അങ്ങനെ എനിക്ക് പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓള് കരച്ചിൽ തന്നെ ആയിരുന്നു. പിന്നെ ഓൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ വേഗം ഉറക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ്സായിട്ട് നാളെ കാണാം. കാണുന്നത് വരേക്കും ബൈ ബൈ.